ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ക്രിസ്മസ് ആയിട്ട് അന്ന് എടുക്കാനുള്ള ഔട്ട്ഫിറ്റ് സ്വയമേ ഡിസൈൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് ഞാൻ. അതിനായിട്ട് ഒരു സാരിയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. മീഷോന്ന് പർച്ചേസ് ചെയ്ത ഈ ഒരു പ്ലെയിൻ വൈറ്റ് സാരിയാണ് ഞാൻ ഡിസൈൻ ചെയ്ത് ഈ രീതിയിലാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? സാരി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് ഭാഗത്തേക്കാണ് ഡിസൈൻ വരേണ്ടതെന്നാണ്. അതിനാദ്യം ചെയ്യേണ്ടത് സാരി ഒന്ന് എടുത്ത് നോക്കുക. സാരി എടുത്ത് നോക്കിയിട്ട് ഏത് ഭാഗത്തേക്കാണ് ഡിസൈൻ വരേണ്ടതെന്ന് ആദ്യം കൺഫേം ചെയ്യണം. ഫാബ്രിക് പെയിൻറ്റിങ്സ് ഇതിനു മുന്നേ പലതവണ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സാരിയിൽ ചെയ്യുന്നത് ഇതാദ്യമാണ്. സോ ഫോർ മീ ഇറ്റ്സ് എ ബിഗ് ഡീൽ. ദെൻ ഈ ഡിസൈനാണ് നമ്മൾ സാരിയിൽ പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വൈറ്റ് ഫ്ലവേഴ്സിന് പകരം നമ്മൾ റെഡ് ഫ്ലവേഴ്സിൽ ഗ്രീൻ ലീഫായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഡിസൈൻ സാരിയിലേക്ക് വരക്കുക എന്നതാണ്. ദെൻ ലെറ്റ്സ് ഡു ഇറ്റ്. ഈ സാരിയിൽ കമന്നിടുന്ന് വരക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷേ നമ്മളത് തരക്കേടില്ലാത്ത വിധം ചെയ്തു. ആ ഒരു ഫ്ലവർ ഡിസൈൻസ് പല അളവിലായിട്ടാണ് വരച്ചത്. സെയിം അളവിലായ അത്രക്ക് ഭംഗി ഉണ്ടാവില്ലെന്ന് കരുതി പല അളവിലുള്ള ഓരോ ഫ്ലവർ ഡിസൈൻസ് ആണ് വരച്ചത്. ഇനി ഇതൊന്ന് പെയിന്റ് ചെയ്യണം. സാധന സാമഗ്രികളെല്ലാം റെഡി. ഇനി പെയിന്റ് ചെയ്താൽ മതി. ഫ്ലവേഴ്സ് വരച്ചു കഴിഞ്ഞപ്പോൾ കാണുന്ന ഇത്ര ഭംഗിയൊന്നും ഉണ്ടായില്ലെങ്കിലും അത് പെയിന്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിനൊരു തൃപ്തിയൊക്കെ വന്നു. കാരണം അപ്പോഴേ ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സിന്റെ ഭംഗി ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ അതിന്റെ സെന്ററിൽ ഒരു യെല്ലോ കളർ ആഡ് ചെയ്തു. ഞാനൊരു പ്രൊഫഷണൽ പെയിന്റിംഗ് ആർട്ടിസ്റ്റ് അല്ല. പെയിന്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, അതിൽ വളരെ ഇൻട്രസ്റ്റഡുമാണ്. ആ ഒരു ആഗ്രഹത്തിന്റെ ഇഷ്ടത്തിന്റെ പുറത്താണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ വർക്കിൽ ധാരാളം കുറ്റവും കുറവും ഒക്കെ ഉണ്ടാവും. മേ ബി ഇതൊരു ഇംപെർഫെക്റ്റ് വർക്ക് തന്നെ ആയിരിക്കും. എന്നാലും എല്ലാം ഒരു ആഗ്രഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെയും പുറത്ത് ചെയ്യുന്നതാണ്. നമ്മളുടെ ഈ വർക്ക് കാണുന്നവരുടെ കൂട്ടത്തിൽ ഇതിനെപ്പറ്റി ധാരാളം അറിവും ധാരാളം കഴിവുമുള്ള കുറേ പേരുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കണ്ട് ഇതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് പുറത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നമ്മുടെ പരിമിതികൾക്കിടയിൽ നിന്നാണ് ഈ ഒരു വർക്ക് ചെയ്തത്. സാരിയിൽ ഫാബ്രിക് പെയിൻറ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ അറിയാലോ, പരസ്പരം മുട്ടിയാൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒരു അഴയിൽ നമ്മുടെ സാരി തൂക്കിയിട്ട് കട്ടിലേക്ക് നീട്ടി വെച്ച് അതിൽ ക്ലിപ്പ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഈ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. പല ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. സത്യം പറഞ്ഞാൽ കുറച്ചധികം ദിവസത്തെ രാവും പകലുമുള്ള കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ കാണുന്ന ഈ ഒരു വർക്ക്.
ആൻഡ് ഫൈനലി കുറച്ചധികം ദിവസത്തെ രാവും പകലുമുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് നമ്മളുടെ ഈ ഒരു വർക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ക്രിസ്മസിന് തൊട്ട് മുന്നെയാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്, അതായത് 24-ാം തീയതി. കാരണം പാതിര കുർബാനക്ക് ഇതിട്ട് വേണേ പള്ളി പോവാൻ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഒരു വൈറ്റ് ടാങ്ക് ടോപ്പുമായിട്ടാണ് ഞാൻ ഈ സാരി പെയർ ചെയ്തത്. ഞാൻ എന്താണോ മനസ്സിൽ കണ്ട് ഈ സാരി ഡിസൈൻ ചെയ്തത് അതിൻ്റെ അപ്പുറത്തായിരുന്നു ഇതിൻ്റെ റിസൾട്ട്. ഈ ഒരു സാരി ഡിസൈനിങ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം. ആക്ച്വലി ഇതൊരു പെർഫെക്റ്റ് വർക്കല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ചെയ്ത ഈ ഒരു വർക്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ വളരെ സംതൃപ്തയുമാണ്. ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്.